ബീഹാറിൽ വലിയ നീക്കമാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ നടത്തുന്നത്. വോട്ട് കൊള്ളയ്ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുമ്പോൾ അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ് ഇപ്പോൾ. അതിനിടയിൽ വോട്ട് കൊള്ളയ്ക്കെതിരെ ഇന്ത്യ സഖ്യം സംഘടിപ്പിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ പ്രൗഢമായ തുടക്കമായിരിക്കുകയാണ് ഇന്ന്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്ര ബീഹാറിലെ 24 ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിലായി എത്തി. RJD നേതാക്കളായ ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ് എന്നിവരും വേദിയിലെ സാന്നിധ്യമായി മാറുന്ന കാഴ്ച ഇന്ന് കണ്ടു. ലാലു പ്രസാദിനെ ആശ്ലേഷിച്ചുകൊണ്ടാണ് നേതാക്കൾ സ്വീകരിച്ചത്. ആയിരങ്ങളെ സാക്ഷിയാക്കി രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും കരഘോഷങ്ങളോടെയാണ് ജനം അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏറ്റെടുത്തത്. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ വോട്ട് അട്ടിമറിയെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞ രാഹുൽ 1 കോടി പുതിയ വോട്ടർമാരെ മഹാരാഷ്ട്രയിൽ ചേർത്തു എന്നും ഈ വോട്ട് കൂട്ടത്തോടെ BJPയിലേക്ക് പോയി എന്നും ഇന്ന് ആരോപണം ഉന്നയിച്ചു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ല. വോട്ട് കൊള്ളയിലൂടെയാണ് BJP വിജയിക്കുന്നത്. എന്നാൽ ബീഹാറിൽ അത് അനുവദിക്കില്ല. എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടുകൊള്ള ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. ബീഹാറിലെ ദരിദ്രരുടെ വോട്ടുകൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലൂടെ തട്ടിയെടുക്കാനാണ് ശ്രമമെന്നും രാഹുൽ ഇന്ന് പറഞ്ഞു. BJP തനിക്കെതിരെ നടത്തിയ വാർത്താ സമ്മേളനം അപ്രസക്തമാണ്. തന്റെ പക്കൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടു. പക്ഷെ വാർത്താ സമ്മേളനം നടത്തിയ BJPയോട് അത് ആവശ്യപ്പെട്ടില്ല എന്നും രാഹുൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ BJP വോട്ട് കവരുകയാണ് എന്ന് തേജസ്വി യാദവും കുറ്റപ്പെടുത്തി. വോട്ട് മാത്രമല്ല, രാജ്യത്തിന്റെ സമ്പത്തും അവർ കവരുകയാണ് എന്നാണ് തേജസ്വി പറഞ്ഞത്. ഇന്ന് വോട്ട് വെട്ടി, നാളെ റേഷൻ വെട്ടും, എന്ത് സഹിച്ചും വോട്ടുകൾ അവസാനിപ്പിക്കും. ബീഹാറിലെ ജനങ്ങൾ ദരിദ്രരായിരിക്കാം, പക്ഷേ ജനരോഷം മോദിക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കുമെന്നും തേജസ്വി ഇന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ സംസാരിച്ചത്. പാവപ്പെട്ടവരുടെ വോട്ട് വെട്ടി അധികാരത്തിലെത്താനാണ് BJP ശ്രമമെന്നും അത്തരത്തിൽ അധികാരത്തിലെത്തിയ മോദി മോഷ്ടാവാണ് എന്നും ഖർഗെ ആഞ്ഞടിച്ചു. ബീഹാറിൽ 65 ലക്ഷം വോട്ടാണ് വെട്ടിയത്. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആദിവാസികളുടെയും വോട്ടുകളാണ് വെട്ടിയത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടില്ലെങ്കിൽ നരേന്ദ്രമോദിയെ ജനങ്ങൾ തന്നെ പുറത്താക്കുമെന്നും ഖർഗെ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്ന് ജനങ്ങളെ പുറന്തള്ളാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെക്കുറിച്ച് വോട്ടർമാരെ ബോധവൽക്കരിക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. സഖ്യത്തിലെ ഘടകകക്ഷി നേതാക്കളെല്ലാം ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. 24 ജില്ലകളിലൂടെ 1300 കിലോമീറ്റർ നേതാക്കൾ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. 14 ദിവസം നീളുന്ന യാത്ര സെപ്റ്റംബർ 1 പട്ന ഗാന്ധി മൈതാനിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുക്കുന്ന ബഹുജന റാലിയോടെയാണ് സമാപിക്കുന്നത്. എന്തായാലും ബീഹാറിലൂടെ രാഹുൽ സഞ്ചരിക്കുമ്പോൾ വലിയ രീതിയിൽ NDAക്കെതിരെ ആഞ്ഞടിക്കും രാഹുൽ എന്ന കാര്യത്തിൽ സംശയമില്ല. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ വലിയ പ്രചാരണം തന്നെ ഈ യാത്രയിൽ ഉടനീളം നടത്തുകയും ചെയ്യുകയാണ്. ഇതിനെ എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും പ്രതിരോധിക്കുമെന്നും നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടതുണ്ട്.